അപ്പം ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നൊരു സാധനം നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഒക്ടോബർ 10th വരുന്ന പറയുന്ന സാധനം 11th ആയിപ്പോയി. സെർവർ ഡിലേ ആയതുകൊണ്ടാണെന്നാണ് തിരിഞ്ഞത് കേട്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ സാധനം നമുക്ക് കയ്യിലുള്ള ഗെയിമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻക്യുബേറ്ററിലെ ഈ ടോപ്പ് ഞാൻ എടുക്കാൻ വന്നത്. അപ്പം എത്ര ടൈമിൻ്റെ കുട്ടികളും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടും ഒറ്റ മൈൻഡിലാണ് നമ്മൾ ഉള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറഞ്ഞു. നമ്മൾ 100 സബ്സ്ക്രൈബ് ആകുമ്പോൾ നമ്മൾ കുറേ ടൈമായി കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100 സബ്സ്ക്രൈബ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ അടിച്ചേക്കുക. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന സബ്സ്ക്രൈബ് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ഗെയിമിലേക്ക് പോകുന്നതിന് ഒരു കാര്യം, നമുക്ക് ഇത്രയും ഡയമണ്ട് കൊണ്ടൊന്നും നമുക്കൊരു സാധനം മാതിരി എടുക്കാൻ പറ്റില്ല. MIT പോയിട്ട് അതിൻ്റെ ഒരു M24 സ്കിന്നും വരെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ജസ്റ്റ് നമുക്ക് ടോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ടോപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമുക്ക് വീക്ക്ലിയോ മന്ത്ലിയോ എന്താ എടുക്കേണ്ടതെന്ന് ആലോചിക്കണം. അപ്പം നമ്മൾ ആദ്യം ഒരു മന്ത്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇവൻ്റ് ഇറക്കാൻ ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയിട്ട് കാണാം. അപ്പം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് ചെയ്യാം. അപ്പം ഈ ഫോണിന് ടോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ഐഫോണാണ്. ഇത് നമുക്ക് ഫ്രീ ഫയർ ബാൻ ആയതുകൊണ്ട് ഇതിന് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്യട്ടെ. അപ്പം ഇതെൻ്റെ പഴയ ഫോണാണ്, അപ്പം നമുക്ക് ഇതിന് ടോപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒരു മന്ത്ലി അങ്ങ് എടുക്കാം ഫസ്റ്റിനെ. ഓക്കെ, ഞാൻ ഇത് വീഡിയോ ഫാസ്റ്റാക്കി വെച്ചതാണ്, കാരണം ഇത് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, കാരണം ഞാൻ ആ ഫോൺ ഈ ഫോണിലേക്ക് അയച്ചത് കൊണ്ട് തന്നെ. ഓക്കെ, ഒരു വീക്കിലേയും കൂടി എടുക്കാം. എനിക്ക് തോന്നുന്നു ഇതൊന്നും നമ്മൾ ഈ ചെയ്യുന്ന സാധനമൊന്നും പോരാ, ഇനിയും വേണ്ടിയിരുന്ന. ഓക്കെ, ഒരു വീക്കിലും കൂടി എടുത്താൽ ഇത് 3 വീക്കിലി എടുക്കേണ്ട വരും. അതും കഴിഞ്ഞ് 5 വീക്കിലി എടുക്കേണ്ട വരും എനിക്ക് തോന്നുന്നത്. ഒരു മന്ത്ലി എടുക്കേണ്ട പൈസ തന്നെ അതിനും പോവും. ഓക്കെ ഗൈസ്, ഒരു വീക്കിലും കൂടി എടുക്കാം. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെയും ഗെയിമിലേക്ക് കണ്ടെത്തി. അപ്പം നിങ്ങൾ കാണാൻ വേണ്ടി അക്കൗണ്ടിൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഡയമണ്ട് കാണുന്നത്, കാരണം ഇത്ര ഡയമണ്ടൊന്നും കാണുന്നില്ല. അപ്പം എന്തായാലും സാറിന് നമുക്ക് ഡയമണ്ട് 2227 ഡയമണ്ട് നമ്മളിപ്പോൾ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം, കാരണം ഇതിനെ കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയും ടോപ്പ് ചെയ്യേണ്ട വരും. പൈസ പിന്നെ പണ്ട് ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുറവില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം ജസ്റ്റ് നമുക്ക് ഗെയിമിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ഇവൻ്റ് MIT. അപ്പം നമുക്ക് ഇതിലുള്ള MIT എല്ലാവർക്കും ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് നമ്മൾ എടുക്കാവുന്ന ഇൻക്യുബേറ്റർ MIT. അപ്പം അത് ഗ്രീൻ ഫ്ലെയിം എല്ലാം ഡൗൺലോഡ് ആക്കേണ്ടി വരും. അപ്പം നമുക്കിതിൽ വേണ്ടതെന്ന് വെച്ചാൽ ഗ്രീൻ ഫ്ലെയിമൊന്നും നമുക്ക് ഒരു ഉപയോഗമില്ല അല്ല, ഞാനത് യൂസ് ചെയ്തതില്ല. നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് ഈ സാധനമാണ്, റെഡ് ഫ്ലെയിമിങ് MIT ഇൻക്യുബേറ്ററിൻ്റെ ടോപ്പ് സാധനം. അപ്പം ഇതാണ് എനിക്ക് വേണ്ടത്, കാരണം ഞാൻ ഇത്രയും കാലം കാത്തുന്ന ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് സ്പിൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് ഗോൾഡ് റോയിലും ഒക്കെ കറക്കണം. അപ്പം അതാണ് കുറച്ചും കൂടി ബെറ്റർ, കാരണം ലെക്ക് എന്തായാലും നമുക്ക് ഇല്ല പണ്ട് സാധനം. അഥവാ ലെക്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലോന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് ഡയമണ്ട് റോയിലും ഒന്ന് കറക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്കൊരു 90 കറക്കാം. ഓക്കെ, ഫസ്റ്റ് സ്പിൻ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് എൻ്റെ മോഞ്ചി 3 ടോക്കൺ. വെറും നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു 90 കൂടി. ഓക്കെ ഓക്കെ, എന്തെങ്കിലും നല്ലത്. പിന്നെ മൂഞ്ചി 2 ടോക്കൺ, അതിനേക്കാട്ടും വലിയ മൂഞ്ചല്. ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് സ്കിപ്പടിച്ച് പോവാം വേഗം. ഓക്കെ, മൂഞ്ചല്. ഓക്കെ, മൂഞ്ചിക്കൊണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ മൂഞ്ചി. ഓക്കെ, പിന്നെ മൂഞ്ചി. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, മോഞ്ചിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ക്രീൻ തന്നെ കാണാം നമ്മൾ മോഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാരിത് എന്തോന്നാ ഇത്, ഇത്രയും ഡയമണ്ട് പൊട്ടിച്ചിട്ടും ഒരു സാധനം ഡയമണ്ട് പൊട്ടിക്കും തോറും നമ്മളെ അങ്ങോട്ട് എത്തിക്കാണ്. ഓക്കെ, പിന്നെയും പോയി. എന്തോ അയ്യേ, ഇതെന്താണിത്, ഈ സാധനത്തിനോട് ഞാൻ എന്ത് അടുത്താണോ. അപ്പം അതും പോയി, പിന്നെയും പോയി. ഓക്കെ, ഇങ്ങനെ ഡയമണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളത് പിന്നെ ഡയമണ്ട് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അപ്പന്മാർക്കല്ലേ ഇല്ല മൊത്തം ഞാനും കിട്ടണേ. അപ്പം പിന്നെയും പോയി. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് താടോ എന്തോന്നായിക്കോക്കെ. 10 ടോക്കൺ കിട്ടി, അത് കുറച്ച് ഇതായിരിക്കും. പിന്നെയും കിടക്കുന്ന ഈ 2227 ഡയമണ്ട് കിടക്കിയിട്ടും കുറച്ചുപോലും ടോക്കൺ കിട്ടാൻ കിട്ടിയില്ല അവസ്ഥയാണ്. ഓക്കെ, ഡയമണ്ട് തീർന്നു, കഴിഞ്ഞു, ഇന്നത്തേക്ക് കഴിഞ്ഞെന്നിരിക്കുന്നു, ഡയമണ്ട് തീർന്നു. അപ്പം ഇനിയിപ്പോൾ ഈ സാവാൻ എന്നെ എടുക്കണേ പിന്നെയും ടോപ്പ് ചെയ്യേണ്ട വരും. അപ്പം നമ്മൾ എന്തായാലും വീഡിയോ ഇട്ടത് കൊണ്ട് എന്ത് ചെയ്യാം,
ഒരു 20 സ്പിന്നും കൂടി അടിച്ചടിച്ച് പോകാം. ഓക്കെ, ഡയമണ്ട് തീർന്നു. എനിക്കൊന്ന് ഞാൻ പിന്നെ ടോപ്പ് ചെയ്യേണ്ട വരുന്ന ടോപ്പ് അപ്പ് ചെയ്യേണ്ടത് വരും ഗൈസ്. അപ്പം ഞാൻ എന്ത് ചെയ്യാ, പിന്നെ ടോപ്പ് അപ്പ് ചെയ്യാൻ പോകുന്ന, അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് ഈ സാധനം എടുക്കണം എന്നുള്ള ഒറ്റൊരു മൈൻഡാണ്. അപ്പം എന്ത് ചെയ്യണം, നമുക്കിത് പിന്നെ എടുക്കേണ്ട വരും. ഈ സാധനമല്ല, ഗ്രീൻ ഫ്ലെയിം നമുക്ക് വേണ്ട. പക്ഷെ ഇതിൽ കുറച്ചും കൂടി പവർ സെയിം അല്ലല്ലേ, മറ്റേതിനാ കുറച്ചും കൂടി പവർ കൂടുതൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രീൻ ഫ്ലെയിം അല്ല, ഇൻക്യുവർ ടോപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളെന്ത് ചെയ്താ പിന്നെ ടോപ്പ് അപ്പ് ചെയ്യാൻ പോകുന്നതാണ്. നല്ലതാ, ഒറ്റ മിനിറ്റ് അപ്പം വരുന്നു. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ടോപ്പ് എത്തിയിട്ടുണ്ട്. 407 ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതിനെ കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയും മൂഞ്ചേണ്ട വരും, പിന്നെയും പോകേണ്ട വരും. അപ്പം ജസ്റ്റ് ചെയ്യാം, നമുക്ക് സ്പിൻ ചെയ്ത് തുടങ്ങാനമ്മേ എല്ലാം ചെക്ക് ചെയ്യാം. കാരണം ഓക്കെ, ഫസ്റ്റ് സ്പിൻ എന്ന് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ടോക്കൺ. ഓക്കെ, അത് ഭയങ്കര ഒരു മൂഞ്ചനാണ്. യെസ്, വളരെ നല്ലൊരു മൂഞ്ചനാണ്. ഓക്കെ, അതിനേക്കാളും വലിയ മൂഞ്ചനാണ് ഇത്. ഓക്കെ, ഇത് കുറച്ച് ബെറ്ററാണ്. 3-2 കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെയും എന്തെറ്റി, അതാ പിന്നെയും അതിൻ്റെ സ്കിന്നാണ്. ഇതെന്തോന്നാണ്, ഇതെന്ത് ചെയ്യാനായേ? പിന്നെ 47 ഡയമണ്ട് ആയിട്ടുണ്ട്. 20 പിന്നെ പിന്നെ അടിക്കേണ്ടി വരും. ഓക്കെ, 20 പിന്നെ അടിക്കേണ്ടി വരും. ഓക്കെ, അതിൻ്റെ മുമ്പേ നമുക്ക് ഇതിന് ഇത്ര ടോക്കൺ വേണം. 232 ടോക്കൺ ആയിട്ടേ ഉള്ളൂ. ഇപ്പം എന്ത് ചെയ്യാൻ, കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത നാളത്തേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇട്ടത് കൊണ്ട് എന്ത് ചെയ്യാം, പിന്നെ ടോപ്പ് പേജ് എടുക്കാൻ തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സാമർത്ഥ്യം ഇങ്ങനെ എന്താണ് ഉള്ളത്, ഒരു തേരാത്തത്. അപ്പോൾ 20 തന്നെ അടിച്ച് പോകാൻ കുറച്ച് ഡയമണ്ട് തീർന്നു. ഓക്കെ, പിന്നെ ടോപ്പ് ചെയ്യേണ്ടി വരും. എന്താ പിന്നെ ഇതിൽ ഈ 2 ML ഏതാണ്ട് 1 വരും. ഇത് 2 M24 സ്കിന്ന് ഞാൻ വെളുത്താം. ലക്കി ആയിരുന്നു, ആയിട്ടൊരു കാര്യമില്ല. അപ്പം ഈ ഒരു സാധനം എടുക്കണമെങ്കിൽ ഡയമണ്ട് ഇനിയും പൊട്ടിക്കേണ്ടി വരും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്ത് തരാം. 1 മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ ടോപ്പ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നെന്തായാലും നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇന്നെന്തായാലും നമ്മൾ MIT എടുത്തിട്ട് എവിടെ പോകും. അതാണ് നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞിട്ട്. ഇന്നെന്തായാലും എടുക്കുന്നെങ്കിൽ നമ്മൾ എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അതിനെ ഇത് കാണണം. നിങ്ങൾ വീക്കിലി മന്ത് ഞാൻ എത്ര എടുത്ത് വെച്ചിട്ടുള്ളത് ഇന്നെടുത്താണ്. ഈ ഒറ്റ ദിവസം കൊണ്ട് 40 ദിവസത്തേക്ക് വീക്കിലി ആലോചിച്ചൊക്കെ എത്തിട്ടാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എടുക്കും, നമ്മൾ എടുക്കും. അപ്പം പർച്ചേസ് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പ് ചെയ്യാം. 90 ഡയമണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി എന്തായാലും നമുക്ക് 3 GB, അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുക, ഡയമണ്ട് പൊട്ടിച്ചിട്ട് ഞങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പം ഇനി എന്ത് 244. ഓക്കെ, ഒരു 6 ടോക്കൺ കൂടി വേണം നമുക്ക്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സ്പിൻ ചെയ്യാം. ഓക്കെ, ഒരു 90 സ്പിന്നും കൂടി. ഓക്കെ, ഫൈനലി ഗൈസ് നമുക്ക് ടോക്കൺ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു തിരക്കിലാണ് ജസ്റ്റ് വരുന്നത് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, എക്സ്ചേഞ്ച്. അങ്ങനെ ഫസ്റ്റ് സ്കിൻ ഇൻ മൈ അക്കൗണ്ട് ഫ്രീ ഫയറിലെ ഫസ്റ്റ് MN887 സ്കിന്നാണ്. കാരണം ഞാൻ M187 യൂസ് ചെയ്യാത്തില്ല, കൊണ്ടാണ് നമ്മൾ സ്കിൻ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് മാത്രം സ്കിന്നില്ലാണ്ട് നിൽക്കണ്ട. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനും കൂടി നമ്മൾ സ്കിൻ എടുത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഡയമണ്ടൊക്കെ കുറേ പൊട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡയമണ്ട് ഇത്ര പൊട്ടിയെങ്കിൽ വേറൊരു കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഡയമണ്ട് പൊട്ടിക്കുന്നത് അതിലൊരു ഇതുമില്ല. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് വലുതായാലും ഒരു കുഴപ്പം നമുക്ക് വരാമില്ല. എന്നാലും ഗൈസ്, എനിക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഇത്രയും ടോക്കൺ എടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഫസ്റ്റ് 150 ടോക്കൺ ഉണ്ടായിരുന്നു. അതും അവരെന്നെ പറ്റിച്ചു തന്നു. അതെൻ്റെ കുഴപ്പമാണ്. എന്നാലും എനിക്ക് പറഞ്ഞത് ഇതിൽ പന്തല്ല കുറച്ച് ദിവസം മുമ്പ് നെഞ്ചാന്ന് പറഞ്ഞ ഇവൻ്റ് വന്നായിരുന്നു. അത് ഞാൻ വിചാരിച്ചു ഷോർട്ട് കണ്ണ് M187 ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 1000 ഡയമണ്ട് അതിനും കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അക്കൗണ്ട് ചാനലിൽ എൻ്റെ ആ വീഡിയോ ഈ ഒരു സ്കിന്നിൻ്റെ എടുത്തത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ സാധനം M187 സ്കിന്നാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ഈ സാധനത്തിന് കറക്കിയിട്ടെടുത്തത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇത് എടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു. 150 ടോക്കനെ കൊണ്ട് എക്സ്ചേഞ്ച് എടുത്തതാണ്. എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ അതിൻ്റെ 2 അപ്പം ഞാൻ ജസ്റ്റ് ഇത് എടുത്ത് വെപ്പൺ റോയിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് തിരഞ്ഞത് എന്ത്, ഇസ്ലാമാൻ M187 സ്കിന്നല്ല, അതിൻ്റെ ചെറിയ തോകിൻ്റെ സ്കിന്നാണുള്ളത്. ആ ടൈമിൽ മൂഞ്ചി, അത്രയേ ഉള്ളൂ. മൂഞ്ചിൽ തന്നെ ഫുള്ളും. അപ്പം എന്ത് ചെയ്യൂ, എന്താണ് കുഴപ്പം, നമ്മളിത് എന്തായാലും സാധനം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 27 ടോക്കൺ കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഫെഡറൽ വീഡിയോ ഇറക്കാം. എവിടെയാണ് ഫെഡറൽ വീഡിയോ ഉള്ളത്, കാണുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, കിട്ടി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് സബ്സ്ക്രൈബിലൊക്കെ ചെയ്യാം. നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ട് ഭയങ്കര ഇതായിരിക്കും. അപ്പം നമുക്ക് പിന്നെയും കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ ഗൈസ്, ബൈ.